ചിരിയുടെ മുഖമായി പരിചിതനായ പേര് രമേശ് പിഷാരടി. വേദികളിലും ടെലിവിഷൻ സ്ക്രീനുകളിലും ഹാസ്യത്തിന്റെ മിന്നലാട്ടം കാഴ്ചവെച്ച കലാകാരൻ ഇപ്പോൾ രാഷ്ട്രീയത്തിന്റെ ഗൗരവമേറിയ വേദിയിലേക്ക്. പാലക്കാട്ടെ കോൺഗ്രസ് MLA രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു. ഇപ്പോൾ രാഹുൽ MLA ആണ്, പക്ഷേ കോൺഗ്രസിൽ നിന്നും പുറത്ത്. അതുകൊണ്ട് തന്നെ വീണ്ടും രാഹുലിന് കോൺഗ്രസ് സീറ്റ് കൊടുക്കാനിടയില്ല. പിന്നെ ആരാകും സ്ഥാനാർത്ഥി? അതിന് പല പേരുകൾ കോൺഗ്രസ് ചർച്ച ചെയ്യുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രമേശ് പിഷാരടിയുടേതാണ്. പാലക്കാട് പിഷാരടി മത്സരിക്കുമെന്നാണ് കോൺഗ്രസുകാർ പറയുന്നത്. പാലക്കാട് ചരിത്രവും സംസ്കാരവും രാഷ്ട്രീയവും ചേർന്ന കേരളത്തിലെ നിർണായക മണ്ഡലം. അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി രമേശ് പിഷാരടി രംഗത്തെത്തിയാൽ അത് വെറും ഒരു സെലിബ്രിറ്റി എൻട്രി അല്ല, ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമായി മാറും. സിനിമയിലും ടെലിവിഷനിലും വാക്കിന്റെ മൂർച്ചയും സമകാലിക വിഷയങ്ങളോടുള്ള പ്രതികരണശേഷിയും പിഷാരടിയെ വ്യത്യസ്തനാക്കി. സാമൂഹിക വിഷയങ്ങളിൽ വ്യക്തമായ നിലപാട് സ്വീകരിക്കാൻ ഒരിക്കലും മടിക്കാത്ത വ്യക്തിത്വം. രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നതിന് മുൻപേ തന്നെ പൊതുസമൂഹത്തിൽ അഭിപ്രായ നേതാവായി മാറിയ കലാകാരൻ. അനീതികളോട് തുറന്ന വിമർശനം, ജനാധിപത്യ മൂല്യങ്ങളോടുള്ള പ്രതിബദ്ധത, ഇതെല്ലാം തന്നെയാണ് കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പിന് പിന്നിലെ കാരണങ്ങളിലൊന്ന്. കോൺഗ്രസ് വേദികളിലും സജീവമായിരുന്നു. പാലക്കാട് എന്ന മണ്ഡലം കർഷക പ്രശ്നങ്ങളും തൊഴിലില്ലായ്മയും വിദ്യാഭ്യാസ ആരോഗ്യ വിഷയങ്ങളും ഒരുപോലെ ചർച്ചയാക്കുന്ന പ്രദേശം. ജനങ്ങളോട് നേരിട്ട് സംസാരിക്കുന്ന, അവരുടെ ഭാഷയിൽ പ്രതികരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. രാഷ്ട്രീയം എനിക്ക് പുതുതായിരിക്കാം, എന്നാൽ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം എനിക്ക് പുതിയതല്ല എന്ന പിഷാരടിയെ വാക്കുകൾ പ്രചാരണത്തിൽ ആവർത്തിക്കപ്പെടുന്നു. കലാകാരൻ എന്ന നിലയിൽ ജനങ്ങളുടെ മനസ്സ് വായിക്കാൻ അദ്ദേഹത്തിനുള്ള കഴിവ് രാഷ്ട്രീയത്തിലും ഒരു ശക്തിയായേക്കുമെന്ന വിലയിരുത്തൽ. ചിരിയിലൂടെ അറിയപ്പെട്ട ഒരു മുഖം ഇപ്പോൾ പാലക്കാടിന്റെ പ്രശ്നങ്ങൾ ശബ്ദമാക്കുന്ന മുഖമായി മാറുമോ? അതിനുള്ള ഉത്തരമാണ് പാലക്കാട് എഴുതാനിരിക്കുന്ന പുതിയ രാഷ്ട്രീയ കഥ.